നാഥാ വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയാ തീർന്നൊരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. കുരിശോളമുയരുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം മുറിയപ്പെടും ദിവ്യ സ്നേഹം ചുടുചോര ചിന്തുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. പാദം കഴുകുന്ന സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം പാദം കഴുകുന്ന സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം ജീവൻ പകരുന്ന സ്നേഹം സ്വയം ശൂന്യമാകുന്ന സ്നേഹം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! ഇതാ സർവശക്തനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മളുടെ കൂടെ. തമ്പുരാനിലേക്ക് നോക്കാം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഇതാ സർവശക്തനായ ദൈവം നമ്മളുടെ മുൻപിൽ. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന നല്ല തമ്പുരാൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഇതാ ആ കർത്താവിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ എല്ലാ മേഖലകളിലും ജീവൻ നൽകുവാൻ വേണ്ടി കടന്നു വന്ന നല്ല തമ്പുരാൻ ദിവ്യകാരുണ്യമായി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും
എത്ര സ്തുതിച്ചാലും മതി വരാത്ത ഒരു ദൈവം, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവം. കുഞ്ഞെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആരും മരിച്ചിട്ടില്ല. ഈ ദൈവമല്ലാതെ നിനക്കു വേണ്ടി മരിച്ച ഒരു ദൈവം. ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? ഓരോരുത്തർക്കും ഈ കർത്താവിനെ കുറിച്ച് ഓരോന്നും പറയാനുണ്ടായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ചവനെന്ന് പലരും പറയുന്നുണ്ട്. കടലിനു മീതെ നടന്നവനെന്ന് ചിലർ പറയുന്നുണ്ടായിരുന്നു. രാജാവാകുവാൻ ശക്തിയുള്ളവനെന്നും പലരും പറയുന്നു. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് തമ്പുരാനെ തിരിച്ചറിഞ്ഞപ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ, സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ. ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന് ശതാധിപനും ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാനും പറയുന്നുണ്ട്, ഈ ദൈവം നിനക്ക് ആരാണ്? ജീവൻ നൽകുന്ന ഒരു ദൈവം. എൻ്റെ ആശ്വാസമായി, എൻ്റെ ആശ്രയമായി, എൻ്റെ സങ്കേതമായി ഞാനും ഏറ്റുപറയുന്നു. തമ്പുരാനിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം. കർത്താവിനെ ദൈവമായിട്ട് ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാസ് ശ്ലീഹ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ, ദൈവമായിട്ട് ഏറ്റുപറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇതാ, സർവശക്തനായ ഒരു ദൈവം നിന്റെ മുൻപില് ദിവ്യകാരുണ്യത്തില് പ്രാർത്ഥിക്കാം. ആരാധനയോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ എന്ന് പറയുന്നു. കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പില് കണ്ണുകൾ ഉയർത്തി നോക്കുക. ദൈവത്തെ നീ കാണുന്നുവോ? ഇതാ, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവം. മറ്റാരും നിനക്ക് വേണ്ടി മരിച്ചിട്ടില്ല. ഈ ദൈവമല്ലാതെ. ദൈവമേ എന്ന് പറയുന്നു. കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സങ്കേതമായി ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവവുമാ അടിയനേതാ. വിശ്വാസം പ്രഘോഷിക്കാം. ആരാധിക്കും ഞാൻ കർത്താവേ, പൂർണ്ണ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. തേടും പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ. സേവിച്ചിടും നീ മാത്രം മതി എനിക്ക്. സർവവുമാ അടിയനേതാ ദൈവമേ, അങ്ങയുടെ മുൻപിൽ അടിയനേതാ ദേവാ, അടിയനേതാ ദേവാ, അടിയനേതാ ദേവാ, അടിയനേതാ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇതാ, നിന്റെ ദൈവം നിന്റെ മുൻപിൽ. ആ തമ്പുരാനെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള എല്ലാ കുറവുകളും മായ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ ദർശിക്കുവാനായിട്ട് എന്നെ യോഗ്യനാക്കണമേ, യോഗിയാക്കണമേ. മോശ ഹോറേബ് മലയിൽ വെച്ച് ഒരു അസാധാരണമായ ദൃശ്യം കാണുന്നുണ്ട്. മുൾപ്പടർപ്പ് കത്തുന്ന രംഗം. അതെന്താണെന്ന് നോക്കുവാൻ വേണ്ടി മോശ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവം പറയുന്നുണ്ട്, മോശേ, നീ അടുത്ത് വരരുത്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകുന്നു. നിന്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക.
ഇതാ പരിശുദ്ധമായ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നിന്റെ കർത്താവ് നിന്നോടും പറയുകയാ, അശുദ്ധമായതെല്ലാം നീ അഴിച്ചു മാറ്റുക. നന്മയില്ലാത്ത, സ്നേഹമില്ലാത്ത, വിശുദ്ധിയില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, കൃപയില്ലാത്ത നിന്റെ ജീവിതാവസ്ഥകളൊക്കെ നീ അഴിച്ചു മാറ്റുക. കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വരാം. മോശ വിചാരിച്ചു വഴിതെറ്റി വന്നതായിരുന്നു ആ ഹോറേബ് മലയിലെന്ന്. എന്നാൽ ദൈവം അവനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു, തന്റെ പ്രവാചകനാക്കി മാറ്റുവാൻ വേണ്ടി, ദൈവത്തെ കണ്ടുമുട്ടുവാൻ വേണ്ടി. നീയും ഇന്ന് ഈ ഹോറേബ് മലയിൽ തമ്പുരാനെ കണ്ടുമുട്ടുകയാണ്. നിന്റെ കുറവുകളൊക്കെ ഏറ്റുപറയും. ദൈവത്തെ മറന്നു ജീവിച്ചു പോയ നിമിഷങ്ങൾ ഓർത്ത് ആത്മാർത്ഥമായിട്ട് അനുദപിക്കാം. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവാൻ കർത്താവ് ഓർമ്മിപ്പിക്കുമ്പോൾ തെറ്റുപറ്റിയ നിമിഷങ്ങൾ ഓർത്ത് ആത്മാർത്ഥമായിട്ട് അനുദപിക്കാം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ആ ദൈവത്തെ മറന്നുകൊണ്ട് ലോകമോഹങ്ങളുടെ പുറകെ പോയ നിമിഷങ്ങൾ ഓർത്ത് അനുദപിക്കാം. എന്റെ പൊന്നു കുഞ്ഞേ, നീ എത്ര പാപിയെന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ആത്മാർത്ഥമായി എന്റെ പൊന്നു കുഞ്ഞേ, എത്ര കുറവുണ്ടേലും യേശുവിൻ സ്നേഹം സഹിക്കും. നിന്റെ പാപരോഗങ്ങൾ തോളിൽ വഹിച്ച ദൈവം, നിന്റെ ദുഃഖഭാരങ്ങൾ ക്രൂശിൽ സഹിച്ച ദൈവം, നിന്നെ രക്ഷിക്കാൻ ശക്തനായവൻ, നിന്റെ രക്ഷയ്ക്കായി ജീവൻ തന്നവൻ, നിനക്ക് വേണ്ടി മരിച്ച ദൈവം. എന്റെ പൊന്നു കുഞ്ഞേ, നീ എത്ര പാപിയെന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും. നിന്റെ പാപങ്ങൾ തൂമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി മാറ്റുന്ന ദൈവം. തമ്പുരാനെ നമുക്ക് തിരിച്ചറിയാം ഈ ദിവ്യകാരുണ്യത്തെ. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നിന്റെ രോഗാവസ്ഥകൾ, നിന്റെ പാപാവസ്ഥകൾ തമ്പുരാനോട് നീ പറ. നിനക്ക് ജീവൻ നൽകുവാൻ വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവമാണ് അവിടുന്ന്. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. നിന്റെ അലച്ചിലുകൾ അവിടുന്ന് കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീരുകൾ അവിടുന്ന് കുപ്പയിൽ ശേഖരിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ മുൻപിൽ നമുക്കും നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും സമർപ്പിക്കാം. വേദനിക്കുന്നവന്റെ വേദന അറിയുന്നവനാണ് അവിടുന്ന്. ദുഃഖിക്കുന്നവന്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുന്നവൻ അവിടുന്ന്. കണ്ണുനീരൊഴുക്കുന്നവന്റെ വേദനകൾ തിരിച്ചറിയുന്നവൻ അവിടുന്ന്. മർത്തായെയും മറിയത്തെയും ആശ്വസിപ്പിച്ച, അവരോട് അത്ഭുതം തോന്നിയ ദൈവം നമ്മുടെ മുൻപിൽ. കുഷ്ഠരോഗിക്കും തളർവാദ രോഗിക്കും സൗഖ്യം നൽകിയ അതേ ദൈവമിതാ നമ്മളുടെ മുൻപിൽ. പാപികളോടെല്ലാം ക്ഷമിച്ച നല്ല ദൈവം, പിശാചുബാധിതരെ സുഖപ്പെടുത്തിയ അതേ ദൈവം നമ്മുടെ മുൻപിൽ. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ കരുണ തോന്നണമേ എന്ന്. കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയ കർത്താവെന്നോടു ചൊല്ലി. കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയ കർത്താവെന്നോടു ചൊല്ലി. കരയരുതേ പൊന്നോമനനിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കരയരുതേ പൊന്നോമനനിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു
തുടച്ചു നീക്കാം, കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. ശാന്തമായിരിക്കാം. തമ്പുരാന്റെ തിരുസന്നിധി വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും സമർപ്പിക്കാം. നിന്റെ അസ്വസ്ഥതയെല്ലാം കർത്താവിൽ ഫലമേൽപ്പിക്കുക. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു ദൈവം ഇതാ നമ്മുടെ മുൻപിൽ. സെനഗോഗ് അധികാരിയായിരുന്ന ജായിറൂസ് തന്റെ മകൾ മരിക്കാറായപ്പോൾ തമ്പുരാന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ജനക്കൂട്ടത്തെ ഒന്നും കാര്യമാക്കാതെ തന്റെ വേദനയും നൊമ്പരവും കർത്താവിനോട് പറയുവാൻ വേണ്ടി ജായിറൂസ് കടന്നു വരിക. ഒത്തിരിയേറെ വൈദ്യന്മാരെ കാണിച്ചു, ഒത്തിരിയേറെ മരുന്നുകൾ കഴിച്ചു. എന്നിട്ടും സൗഖ്യമാകാത്ത രോഗവുമായിട്ട് ജായിറൂസ് തമ്പുരാന്റെ അടുത്തേക്ക് കടന്നു വരിക. തന്റെ കുഞ്ഞിന്റെ മരിക്കാറായ അവസ്ഥ ദൈവത്തോട് പറയുക. ഈ രാത്രിയിൽ നീയും തമ്പുരാനോട് പറ, നിന്റെ മനസ്സിന്റെ വേദനകൾ, നിന്റെ നൊമ്പരങ്ങൾ, നിന്റെ സഹനങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത നിന്റെ ഓരോ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും ദൈവത്തോട് പറ. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന സഹനങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഭവനമില്ലാത്ത അവസ്ഥ, വീടില്ലാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, നിന്നെ ഭാരപ്പെടുത്തുന്ന നൊമ്പരങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കണ്ണുനീരുകൾ കുപ്പിയിൽ ശേഖരിക്കുന്ന തമ്പുരാനോട് നീ പറ. ദൈവം നിന്നോടും കരുണ കാണിക്കും. ആ വേദനകളെ ഓർത്ത് ഒരു നിമിഷം കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. മിഴിനനയും നേരം കരളുരുകും കാലം, തളരരുതേ കുഞ്ഞെ പതരരുതേ, സഹനങ്ങളിൽ തകരരുത്. കരയാൻ നിന്റെ ദൈവം മാത്രമോയി ജന്മം എന്ന് ഇനിയും ചോദിച്ചു തളരരുതേ. മിഴിനനയും നേരം കരളുരുകും കാലം, തളരരുതേ കുഞ്ഞെ പതരരുതേ, കരയാൻ മാത്രമോയി ജന്മം എന്ന് ഇനിയും ചോദിച്ചു തളരരുതേ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, തമ്പുരാനു വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു വിളിയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. കുഞ്ഞേ, ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, തമ്പുരാനു വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ളത് ഒരു വിളിയാണ്. നിന്റെ സഹനങ്ങൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ തകർച്ചകൾ ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അതൊരു വിളിയായി സ്വീകരിക്കുക. പൂർവ്വ യൗസേപ്പ് തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി അവർ ആടുകളെ മേച്ചിരുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ തന്റെ സ്നേഹിതന്മാർ, തന്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. ആ താഴ്വര ജോസഫിനെ സംബന്ധിച്ച് കണ്ണുനീരിന്റെ താഴ്വരയായി മാറി. ഒത്തിരി സ്നേഹിച്ചവർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലും ഒന്ന് പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് പോലുള്ള അവസ്ഥയായിരിക്കാം. കൂടെയുള്ളവർ ഒന്നും മനസ്സിലാക്കാത്ത, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ ആരും നിന്നെ സഹിക്കാത്ത, നിന്നെ കുറ്റപ്പെടുത്തുന്ന പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അവസ്ഥ, ചുറ്റും അന്ധകാരം, ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ. പക്ഷേ അപ്പോഴും ജോസഫ് പരാതിപ്പെടുന്നില്ല. ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന് അവൻ വിശ്വസിച്ചു. എൻ്റെ സ്ഥാനം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന് സഹനത്തിൻ്റെ നിമിഷങ്ങളിലും നിനക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒരുപക്ഷെ
നിന്റെ സഹനങ്ങളിൽ നീ ദൈവത്തോട് മറുതലിച്ചു പോയോ? ദൈവത്തെ നീ കുറ്റപ്പെടുത്തിയോ? ഈ സഹനങ്ങളൊക്കെ ശാപമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നീ പരാതിപ്പെട്ടു. പിറുപിറുപ്പ് കൂടാതെ സ്നേഹത്തോടെ ആ സഹനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. ജോസഫ് ആ പുട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ചില കരങ്ങൾ താഴ്ന്നു വരുന്നുണ്ട്. അവൻ വിചാരിച്ചു അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന്. പക്ഷേ അവിടെ നിന്ന് അവനെ എടുത്ത് സ്വന്തം സഹോദരന്മാർ അവനെ ശത്രുക്കൾക്ക് വിൽക്കുകയാണ്, തുച്ഛമായ പൈസയ്ക്ക്. പൊട്ടക്കിണറ്റിൽ നിന്നും തടവറയിലേക്ക്, അടിമത്തത്തിലേക്ക് അവൻ പോവുകയാണ്. സഹനങ്ങളിൽ നിന്ന് സഹനങ്ങളിലേക്ക്. അപ്പോഴും അവൻ പരാതിപ്പെടുന്നില്ല. വീണ്ടും തൻ്റെ സഹോദരന്മാർ തൻ്റെ മുൻപിലേക്ക് കാലങ്ങൾക്ക് ശേഷം കടന്നു വരുമ്പോൾ അവൻ പറയുന്നുണ്ട്, ദൈവമായിരുന്നു എന്നെ ഇങ്ങോട്ട് അയച്ചത്, എൻ്റെ കർത്താവായിരുന്നു എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവരോടെല്ലാം അവൻ ക്ഷമിക്കുകയാണ്. തന്നെ വേദനിപ്പിച്ചവരോട്, നൊമ്പരപ്പെടുത്തിയവരോട്, തൻ്റെ ജീവിതം തകർത്തുവൻ ചിന്തിക്കുന്നവരോടൊക്കെ അവൻ ക്ഷമിച്ചു. അവൻ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ദുരന്ത കഥാപാത്രമായി മാറുമായിരുന്നു. നിന്റെ ജീവിതത്തിലും നിന്നെ ഒത്തിരി പേർ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. നിന്റെ സഹനങ്ങളുടെ എല്ലാം കാരണം ആരെങ്കിലുമൊക്കെയാണെന്ന് നീ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം. ഈ ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഒരുപാട് സഹനങ്ങൾ സഹചരിൽ കണ്ട ഞാൻ ഒരു വേള ചോദിച്ചു പോയി. ഒരുപാട് സഹനങ്ങൾ സഹചരിൽ കണ്ട ഞാൻ ഒരു വേള ചോദിച്ചു പോയി. ദൈവത്തിന് കണ്ണില്ലെന്നോ മർത്യന്റെ സഹനങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? സഹനങ്ങളേറുന്ന നേരം നീ കൂടി രക്ഷിച്ചില്ലെങ്കിൽ ഒരു ചോദ്യമുയരും. എന്റെ ഈ രോഗം മരണത്തിലാണ് അവസാനിക്കുക. ദൈവത്തിന് കണ്ണില്ല, ദൈവമേ പറ്റുന്നില്ല. കുടുംബത്തിന്റെ തകർച്ചകൾ, സഹനങ്ങൾ, കടബാധ്യതകൾ, മക്കളില്ലാത്ത അവസ്ഥ, വീടില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, പഠിക്കാൻ പറ്റുന്നില്ല. എന്റെ തകർന്ന കുടുംബ അന്തരീക്ഷം, സ്നേഹമില്ലാത്ത ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. സഹനങ്ങളെല്ലാം സമർപ്പിക്കും. നിന്റെ സഹനത്തിന്റെ തീച്ചുളയിലും നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്നെ കാണുന്നുണ്ടോ എന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവമേ, ദൈവരാജ്യം പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു യുവാവ് തമ്പുരാനോട് ചോദിക്കുന്നുണ്ട്. കൽപ്പനകളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ടെന്നാ അവൻ പറഞ്ഞത്. എന്നിട്ടും കർത്താവ് അവനിൽ ഒരു കുറവ് കണ്ടുപിടിച്ചു. അതവന്റെ സമ്പത്തായിരുന്നു മനസ്സിലാക്കിയപ്പോൾ അവൻ വേദനയോടെ തിരിച്ചു പോവുകയാണ്. ദൈവത്തെ കണ്ടുമുട്ടിയിട്ടും തൻ്റെ കുറവ് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടും വേദനയോടെ തിരിച്ചുപോയ ഏക വ്യക്തിയാണ് അവൻ. വചനത്തിൽ നാം കാണുന്നുണ്ട്. ഇതാ, നിന്റെ കർത്താവിന് നീ കണ്ടുമുട്ടുകയാ. നിന്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നീ തിരിച്ചറിയുകയാ. ഇവിടെ നിന്ന് നീ വേദനയോടെ തിരിച്ചു പോകരുത്. നിന്നെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന കുറവുകൾ എന്തൊക്കെയാ? ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ട്. ദാവീദിന് ബത്ശബയായിരുന്നു, സാംസന് ദലീലയായിരുന്നു, യൂദാസിന് 30 വെള്ളി നാണയമായിരുന്നു, യേസാവിന് ഒരു കോപ്പ പായസമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ടായിരുന്നു ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുവാൻ വേണ്ടി. നിന്റെ കുറവ് എന്താണ്? ദാവീദ് പാപം ചെയ്തപ്പോൾ, ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവന്റെ ജീവിതത്തിൽ
ആത്മാവ് നഷ്ടപ്പെട്ട പോലെ അവസ്ഥയായി മാറി. അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന്. കർത്താവ് അഭിഷേകം ചെയ്ത സാവൂൾ, അവനും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ ആത്മാവ് വിട്ടുപോയി. അപ്പോൾ ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു എന്ന് വചനത്തിൽ നാം വായിക്കുക. ദൈവാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ദുരാത്മാക്കളായിരിക്കും പിന്നെ നമ്മളെ പീഡിപ്പിക്കുക. കുറ്റബോധത്തിന്റെ, നിരാശയുടെ, ദൈവവിശ്വാസമില്ലായ്മയുടെ, ആത്മവിശ്വാസമില്ലായ്മയുടെ ദുരാത്മാക്കൾ. അപ്പോൾ പിന്നെ ദൈവത്തെ നാം മറക്കും. ദൈവികമായ കാര്യങ്ങൾ വിലയില്ലാത്തതായിട്ട് തോന്നും. മോശം കൂട്ടുകെട്ടുകളിലേക്ക്, ദുശീലങ്ങളിലേക്ക്, തിന്മകളിലേക്ക് കടന്നു പോകും. നമുക്കും ആത്മാവിൽ നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായി മാറാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ആത്മാവ് ജ്വലിച്ചിടുമ്പോൾ നമ്മൾ പുതിയ ജന്മമായി മാറുന്നു, ജീവിതമായി മാറുന്നു, കൃപ നിറയുന്നു. നമുക്കും കൈകൾ അടിച്ചുകൊണ്ട് ആത്മാവ് നിറഞ്ഞ വ്യക്തികളായി മാറാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, പുതു സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് നമുക്കും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവിൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവ് നിറയപ്പെടട്ടെ. ആത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, പുതു സൃഷ്ടികളായി മാറും, കൃപയാൽ നിറയും. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതമായി മാറാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ മേഖലകളിലേക്കും ആത്മാവ് കടന്നു വരട്ടെ, പുതുജീവൻ പ്രാപിക്കട്ടെ, കൃപ നിറയട്ടെ. ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, എല്ലാ ദുരാത്മാക്കളും വിട്ടുപോകട്ടെ. യേശുക്രിസ്തുവിന്റെ അഭിഷേകം നിറയപ്പെടട്ടെ. എല്ലാ പൈശാചിക സാന്നിധ്യങ്ങളും പാപ സാഹചര്യങ്ങളും രോഗപീഠങ്ങളും കർത്താവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഓരോ വ്യക്തികളും ആത്മാവ് നിറയപ്പെട്ട വ്യക്തികളായി മാറട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ, കൃപയാൽ നിറയപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
മുട്ടുമേൽ നിൽക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ ഓരോ നിയോഗങ്ങളിലേക്കും ദൈവാത്മാവ് നിറയുവാൻ വേണ്ടി, തമ്പുരാന്റെ വലിയ സ്നേഹം നിറയുവാൻ വേണ്ടി, അഭിഷേകം നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.